700 വാട്ട്സിൻ്റെ ഒരു ആംപ്ലിഫയർ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ബോർഡാണിത്. സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയർ ഒരു 5.1 ആണ്. ജിടെക്കിൻ്റെ ഒപ്റ്റിക്കൽ കിറ്റാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. എഴുന്നൂറ് വാട്ട്സിൻ്റെ ഒരു ആംപ്ലിഫയർ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ബോർഡാണിത്. നമ്മുടെ തോഷിബയുടെ തന്നെ ഒരു 10 ട്രാൻസിസ്റ്റർ അടങ്ങുന്ന ഒരു ബോർഡ്. അതുപോലെ തന്നെ സബൂഫറിന് ഒരു 4 ട്രാൻസിസ്റ്റർ, അതും തോഷിബയുടെ തന്നെയാണ്. അപ്പോൾ 200 വാട്ട്സ് ആണ് ആക്ച്വലി ഈ പറഞ്ഞ സബൂഫറിൻ്റെ ബോർഡ് നമുക്ക് നൽകുന്നത്. പിന്നെ അതുകൂടാതെ പെർ ചാനൽ 100 വാട്ട്സ് വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ അതിന് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്, പിന്നെ അതുപോലെ നമുക്ക് ഒരു 8 ആംപിയറിൻ്റെ ട്രാൻസ്ഫോർ, അതായത് 27/27 8 ആംപിയർ ട്രാൻസ്ഫോറാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ റെഡിമെയ്ഡ് അല്ല, നമ്മൾ വൈൻഡ് ചെയ്യിച്ച് നമ്മൾ എടുത്തേക്കുന്ന ഒരു ട്രാൻസ്ഫോറാണ്. അതുകൊണ്ട് തന്നെ പക്കയായിരിക്കും. നമുക്ക് എന്താണെങ്കിലും ഇത് വെച്ച് നമുക്ക് ചെയ്തു നോക്കാം. ഇതാണ് ജിടെക്കിൻ്റെ 5.1 ഓഡിയോ ബോർഡ്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഈ ബോർഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നല്ല അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി നൽകുന്ന ഒരു ബോർഡാണ് ജിടെക്കിൻ്റെ. അത് നമുക്ക് ഓൾറെഡി എറണാകുളത്തുണ്ട്, ഇത് നമ്മുടെ ഷോപ്പിലുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും ഇത് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്തായാലും സൗണ്ട് ക്വാളിറ്റി ബെസ്റ്റ് ആണെന്നുള്ളതാണ് ഇതിന് മുമ്പ് ചെയ്തപ്പോൾ ഒരു അനുഭവം വെച്ച് കിട്ടിയത്. എന്തായാലും നമുക്ക് ഇത്രയും പവറുള്ള ഒരു ആംപ്ലിഫയറിലേക്ക് ഈ കിറ്റ് കയറ്റുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. അതായത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐറ്റമാണ്. 10,600 ചില്ലാൻ രൂപയാണ് ഇതിനകത്ത് വരുന്നത്. എന്നാലും ഉള്ളതിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. പിന്നെ നമ്മൾ അസംബിൾ ചെയ്യാനായി ഉപയോഗിച്ചിരിക്കുന്ന വയറുകളെല്ലാം അത്യാവശ്യം, കാരണം എന്ന് വെച്ചാൽ 100 വാട്ട്സ് വരെ ഈ ഒരു ചാനൽ തള്ളുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരുവിധം ക്വാളിറ്റി ഉള്ള വയർ തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഇപ്പോൾ വീഗാറിൻ്റെയും അതുപോലെ തന്നെ ഫിനോലെക്സിൻ്റെയും കേബിൾ 1/2 കേബിളും 1.5ൻ്റെ കേബിളുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര നല്ല കേബിളിട്ട് ചെയ്താലാണ് ഇതിൻ്റെ പെർഫോമൻസ് നിലവിൽ കിട്ടുള്ളൂ.
ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊട്ടക്ഷൻ ബോർഡിൽ നിന്ന് സ്പീക്കർ ഔട്ട്പുട്ട് കൊടുക്കുകയാണ്. പ്രൊട്ടക്ഷൻ ബോർഡിൽ നിന്ന് സ്പീക്കർ ലൈനിലേക്ക് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ 5 ചാനൽ ആംപ്ലിഫയർ ബോർഡ്. തോഷിബയുടെ 5200 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മികച്ച പെർഫോമൻസും മികച്ച ഓഡിയോ ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണിത്. പെർ ചാനൽ 2 ട്രാൻസിസ്റ്ററാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാലാണ് 100 വാട്ട്സ് വരുള്ളൂ. അതുപോലെ 10 ട്രാൻസിസ്റ്ററാണ് ഈ 5 ചാനലിൻ്റെ ബോർഡിലുള്ളത്. അതായത് FLFR, SLSR, സെൻറ്റർ, ഇത്രയും ചാനലുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് സ്പീക്കറിൻ്റെ പ്ലസ് വയറുകളാണ് സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള ഇൻപുട്ട് വയറുകളാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിൻ്റെ പവർ സപ്ലൈ ലൈൻ 27027. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 വയറുകൾ പവർ സപ്ലൈ ആണ് ബോർഡിലേക്കുള്ള. യെല്ലോ വയറാണ് ഗ്രൗണ്ടായിട്ട് വരുന്നത്. ബാക്കിയുള്ള ബ്ലൂ, ബ്ലാക്ക് ഇത് രണ്ടും 27 വോൾട്ടാണ്. ഇവിടെ ബാക്കി അടുത്ത വീഡിയോ കാണാം. കാരണം വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത്ത് കൂടുതലാണ്. കാരണം വെച്ചാൽ എഡിറ്റ് ചെയ്താൽ എന്നാലും തീരില്ല. കാരണം 10-30 മിനിറ്റിന് മേളിൽ വരും ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാലൻസ് സെക്കൻഡ് പാർട്ടിൽ തരുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.